ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു GDയുടെ PYQ സെഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ തന്നെ GD ഇതുവരെ ചോദിച്ചിട്ടുള്ള കുറച്ച് പാറ്റേൺ ഉണ്ടല്ലോ. സോ അതിൻ്റെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് PYQs ആണ്, റിപ്പീറ്റ് ആണ്. ഓക്കെ, നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കണ്ടുവരുന്നത്. ഓക്കെ, സോ അത് തന്നെ എടുത്തിട്ട് ഈ വർഷവും മേ ബി അങ്ങനെ തന്നെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സെഷൻ. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ പേഴ്സൺ ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസസ് വിത്ത് സ്പീഡ്സ് ഓഫ് 3 km/h, 4 km/h and 8 km/h respectively and takes a total time of 425 minutes. What is the total distance traveled by him? അല്ലേ, അപ്പോൾ ഒരാൾ എന്താണ് 3 വ്യത്യസ്ത സ്പീഡ് 3, 4, 8 തുടങ്ങിയ 3 വ്യത്യസ്ത സ്പീഡുകളിൽ സഞ്ചരിക്കുകയാണ്. അയാൾ ടോട്ടൽ എടുത്ത ടൈം എന്ന് പറയുന്നത് 425 മിനിറ്റ് ആണ്. നമുക്ക് വേണ്ട എന്താണ്? ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്ന് പറയുന്നു അല്ലേ. സോ ആദ്യത്തെ ഒരു ഈക്വൽ ഡിസ്റ്റൻസ് ഇപ്പോൾ ആദ്യം 10 ആണെങ്കിൽ പിന്നീട് 10, പിന്നീടും 10. ഓക്കെ, അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഈ സ്പീഡ് 3, 4, 8 അതിൻ്റെ LCM എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമുക്കൊരു കാൽക്കുലേഷൻ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഓക്കെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്താ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അല്ലെ. 3 ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. സോ 3 ഈക്വൽ ഡിസ്റ്റൻസിനെ നമ്മൾ ഡി എന്ന് എടുത്തു. നമുക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്ത സ്പീഡ് 3 ആണ്, രണ്ടാമത്തത് 4 ആണ്, അടുത്ത എന്താണ് 8 ആണ്. ഓക്കെ ആണല്ലോ. സോ ആദ്യത്തെ കേസിൽ സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? ഈ ക്ലാസ്സിലെ സെഷൻ പറയുമ്പോഴത്തേക്കും ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. സോ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഓക്കെ, നമുക്കിവിടെ തന്നിരിക്കുന്നത് ടോട്ടൽ ടൈം ആണ്. സോ ഇവിടുന്ന് ടൈം ഓരോരുത്തും നമ്മൾ എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കൺസെപ്റ്റും കാര്യങ്ങളും പറയുന്നത്. വെറുതെ എക്സാം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഓടിച്ചിട്ട് പോവുകയാണെങ്കിൽ മീൻസ് അവസാന നിമിഷമെങ്കിലും നോക്കുന്നവർക്ക് ഇതെന്താന്ന് കത്തണമല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, ഇതിൻ്റെ വേണ്ടെന്ന് മാത്രം നിങ്ങളൊന്ന് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, സോ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആയിരിക്കും. സോ ആദ്യത്തെ കേസിൽ നമുക്ക് ടൈം എന്ത് വരും? ഡിസ്റ്റൻസ് D ആണ്, ബൈ 3 എടുക്കാം. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ കേസിൽ ഡിസ്റ്റൻസ് D ആണ്, ബൈ 4 എടുക്കാം. മൂന്നാമത്തെ കേസിൽ ഡിസ്റ്റൻസ് D ആണ്, ബൈ 8 എടുക്കാം. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 425 മിനിറ്റ് ആണ്. സോ 425 മിനിറ്റിനെ നമ്മൾ അവറിലോട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ, കാരണം എന്തുകൊണ്ടാണ്? മിനിറ്റ് കിലോമീറ്റർ ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ അത് എന്ത് ചെയ്യണം? അവറിലോട്ട് മാറ്റണം. സോ ഡിവൈഡഡ് ബൈ 60 ചെയ്യണം. ഓക്കെ ആണല്ലോ. ദെൻ ഈ D എല്ലാം കോമൺ ആയിട്ട് എടുക്കുക. സോ 1/3, 1/4, 1/8 എന്ന് നമുക്ക് കിട്ടും. ഇനി 3, 4, 8 3, 4, 8ൻ്റെ LCM എന്താ? 24 ആണല്ലോ. സോ ത്രൂ ഔട്ട് എന്ത് ചെയ്യുക? 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 24/3 നമുക്ക് എത്ര കിട്ടും? 8. 24/4 6, 24/8 3 ഡിവൈഡഡ് ബൈ എന്താണ്? 24 ചെയ്യുമ്പോൾ 425 ഡിവൈഡഡ് ബൈ 60 എന്ന് കിട്ടും. ഇത്ര ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് D എടുത്തൂടെ? ഡിസ്റ്റൻസ് D എന്ന് പറയുന്നത് 425 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 24. ഇവിടെ എന്ത് കിട്ടും? 6 6 12, 13 14, 14 3 17. ഇത്ര ഓക്കെ ആണോ? ക്ലിയർ ആണോ? സെറ്റ് ആണല്ലോ. ദെൻ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഇവിടെ 6ഉം 24 കൂടി ആകുമ്പോൾ 6 4 24. ദെൻ ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2, ഇവിടെ 5 കൊണ്ടാണെങ്കിൽ 8 85. ഈ 17ഉം 85ഉം കൂടെ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ 5 പ്രാവശ്യം. ഈ 2ഉം ഈ 4ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 2. സോ 5 × 2 എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. അതായത് ഡിയുടെ വാല്യൂ എന്താണ്? 10. സോ ഡിയുടെ വാല്യൂ 10 ആണെങ്കിൽ നമുക്ക് വേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ? D എന്ന് പറഞ്ഞാൽ 3D ആണ് ടോട്ടൽ എന്ന് പറയുമ്പോൾ 30 ആയിരിക്കും നമ്മുടെ ഉത്തരം വരാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് അങ്ങനെ തന്നെ ഇടുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? 3, 4, 8
ഇതിനെ എന്ത് ചെയ്യുക, റെസിപ്രോക്കൽ 1/3 പ്ലസ് 1/4 പ്ലസ് 1/8 കണ്ടുപിടിക്കുക. ഇൻറ്റു ആ ക്വാണ്ടിറ്റി എന്താണോ അതേ ഇൻറ്റു എന്ത് ചെയ്താൽ മതി, ഈ ടൈം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും. ഇൻറ്റു 3 ചെയ്യുവാണെങ്കിൽ, ഈക്വൽ ഡിസ്റ്റൻസ് അല്ലേ, ഇൻറ്റു 3 ചെയ്യുവാണെങ്കിൽ ഉത്തരം എന്തായി കിട്ടുക, ടോട്ടൽ ഡിസ്റ്റൻസ് ആയിരിക്കും കിട്ടുന്നത്. പറഞ്ഞ മനസ്സിലായോ? അതായത് ഈ സ്റ്റെപ്പ് മനസ്സിലാവുമ്പോൾ, സ്റ്റെപ്പ് നിങ്ങൾ നോക്കുമ്പോൾ ക്ലിയർ ആവും. അതായത് ഡി കണ്ടുപിടിക്കാൻ, ഡി അങ്ങ് കോമൺ ആയിട്ട് എടുക്കും. പിന്നെ ആ സ്പീഡിന്റെ 1/s1, 1/s2, 1/s3 കണ്ടുപിടിക്കുക. ഡി കണ്ടുപിടിക്കാൻ ഈ ഒരു ക്വാണ്ടിറ്റിയെ ടൈം കൊണ്ട് എന്ത് ചെയ്താൽ മതി. അല്ലെങ്കിൽ തന്നെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ. സോ സ്പീഡ് എന്ന് പറയുന്നത് 3 സ്പീഡ് 1, 3, 4, 8 അതെന്ത് ചെയ്യണം, റെസിപ്രോക്കൽ എടുക്കണമെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. 1/3, 1/4, 1/8 അത് എങ്ങനെയാ വന്നേന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇതിന്റെ ഉത്തരം എന്താ വരുന്നത്, 30 കിലോമീറ്റർ. ദെൻ അടുത്ത് നോക്കിക്കേ, എ വാലറ്റ് കണ്ടെയ്ൻ ₹900 ടോട്ടൽ. വാലറ്റ് കണ്ടെയ്നിങ് ₹100 നോട്ട്, ₹50 നോട്ട് ആൻഡ് ₹20 നോട്ട് ഇൻ ദ റേഷ്യോ 2:3:5. ഫൈൻഡ് ദ നമ്പർ ഓഫ് നോട്ട്സ് ഓഫ് ഈച്ച് കൈൻഡ്. എന്താണ്, 100 രൂപയുണ്ട്, 50 രൂപയുണ്ട്, 20 രൂപയുണ്ട്. ഓക്കെ, ദെൻ റേഷ്യോ തന്നിരിക്കുന്നത് 2, 3, 5 എന്നാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് നോട്ട്സ് ഓഫ് ഈച്ച് കൈൻഡ്. ഓരോ കൈൻഡിലെ നോട്ട്സ് എത്ര വീതം കാണുമെന്നാണ്. ഇത് നിങ്ങൾ ചെയ്യാതെ തന്നെ, ഓക്കെ, ഇത് ചെയ്യാതെ തന്നെ നമുക്ക് ഓരോ നോട്ട്സും എത്ര വേണം, എത്ര ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. സോ അവിടെ നമുക്ക് റേഷ്യോ തന്നിരിക്കുന്നത് 2, 3, 5. അപ്പം നമ്മൾ ഈ ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കുമല്ലോ, അതോ അതിൻ്റെ ഒരു മൾട്ടിപ്പിളോ ആയിരിക്കും നമുക്ക് ഉത്തരമായിട്ട് കിട്ടുക. സോ 2, 3, 5. ഈ 2, 3, 5 ആദ്യത്തെ നമ്പർ നോക്കുമ്പോൾ 2, 4, 4, 2 ഇതെല്ലാം 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ, 3 നോക്കുമ്പോൾ 3, 6, 6, 5 5 3ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ അത് നമുക്ക് വരത്തില്ല. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ, ചെയ്യാതെ തന്നെ എങ്ങനെ ഉത്തരത്തിലോട്ട് കടക്കാം. ഓക്കെ, ഇനി 5 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, 4, 6, 9 5ന്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ, അല്ല. ഇനി നോക്കിക്കേ, 2, 6, 5 4, 6, 10 ആണ് ഓപ്ഷൻ. അപ്പോൾ 2, 6, 5 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 100 രൂപ എന്ന് പറയുന്നത് 2 എണ്ണം, ദെൻ 50 രൂപ എന്ന് പറയുന്നത് 6 എണ്ണം, 20 രൂപ എന്ന് പറയുന്നത് 5 എണ്ണം അല്ലേ. അപ്പൊ 100 രൂപ 2 എണ്ണം ആയപ്പോൾ 200, 50 രൂപ 6 എണ്ണം ആയപ്പോൾ 300, 20 രൂപ 5 എണ്ണം ആയപ്പോൾ 100. ടോട്ടൽ എത്രയായി, 300, 400, 600 ആയോളൂ. 900 ആകുന്നുണ്ടോ, ഇല്ല. സോ നമ്മുടെ ഉത്തരം എന്തായിരിക്കും, 4, 6, 10. ഓക്കെ, ഇപ്പോൾ ഒരു ഓപ്ഷനും കൂടി സപ്പോസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് വന്നില്ല എന്നുണ്ടായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, ആ ഓപ്ഷനും കൂടി എലിമിനേറ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, സോ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷനിൽ നിന്ന് എന്ത് ചെയ്യാം, ഉത്തരത്തിലോട്ട് പോകാം. ഓക്കെ, ഇങ്ങനത്തെ ഒരുപാട് ട്രിക്കുകൾ ഏതിലുണ്ട്, മാത്സിനകത്ത് ഓപ്ഷനിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതിനാണ് നമുക്ക് ഈ ടൈം കുറച്ച് തരുന്നത്. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും ഓപ്ഷനിൽ നമുക്ക് പോകാൻ പറ്റും. സോ GD സംബന്ധിച്ച് വളരെ എളുപ്പമാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ, ഓപ്ഷനിൽ നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഇനി ഇത് ചെയ്യുന്ന എങ്ങനെയാ, ഇനി ഒരു കുട്ടിക്ക് ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, 100 രൂപ, 50 രൂപ, 20 രൂപ, റേഷ്യോ എന്താ, 2:3:5 ശരിയല്ലേ. സോ നമ്മൾ ടോട്ടൽ എടുക്കുക, അതായത് 100 രൂപ 2 എണ്ണം ഉണ്ട്, അപ്പോൾ ടോട്ടൽ എത്ര, 200. 50 രൂപ 3 എണ്ണം ഉണ്ട്, അപ്പോൾ എത്രയാ, 150. 20 രൂപ 5 എണ്ണം ഉണ്ട്, അപ്പോൾ എത്രയാ, 100. സോ 200, 300, 400, 450 ആണ് നമുക്ക് ടോട്ടൽ വരുന്നത്, ശരിയല്ലേ. സോ നമുക്കിവിടെ ടോട്ടൽ തന്നിട്ടുണ്ട് എത്രയാണെന്നാണ്, 900. 450 നമുക്ക് തന്നിരിക്കുന്നത് എന്താ, 900 എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് എത്രയാണ്, 2. ഒരു യൂണിറ്റ് 2 ആണെങ്കിൽ ഓരോ നമുക്ക് കണ്ടുപിടിച്ചൂടെ, റേഷ്യോ എന്താ, 2 × 2. ഇതിന് എന്ത് ചെയ്യണം, ഫുള്ള് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4, 6, 10 എന്നായിരിക്കും ഉത്തരം വരിക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ നമുക്ക് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷനിൽ നിന്ന് പോവുക. ഓക്കെ ആണോ, ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. If the numerator of a fraction is decreased by 10% and the denominator is increased by 50%, the value of the new fraction become 2/5 original fraction. അതായത് ഒരു ഫ്രാക്ഷൻ ആണ്. ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് ന്യൂമറേറ്ററും ഉണ്ട്, ഡിനോമിനേറ്ററും ഉണ്ട്. സോ നമ്മളിവിടെ എടുക്കുന്നത് ആ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, നോർമലി എല്ലാവരും x/y ഇതാണ് ഫ്രാക്ഷൻ എടുക്കുക. നമ്മൾ ഇവിടുന്ന് വ്യത്യസ്തമായിട്ട്
100x എന്നും 100y എന്നും എടുക്കും. അത് എന്തിനാ അങ്ങനെ എടുത്തേന്ന് വെച്ചാൽ പെർസെൻറ്റേജിൽ 100 കിടക്കുവാണെങ്കിൽ അത് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, സോ 100x/100y എന്ന് പറഞ്ഞാൽ x/y തന്നെ ആണ്. ഓക്കെ, അപ്പം 100x/100y എടുത്തു. അപ്പം നോക്കിക്കേ, ന്യൂമറേറ്റർ എന്താ ചെയ്തേ? ഡിക്രീസ്ഡ് ബൈ 10%. 100 ആണെങ്കിൽ 10% കുറഞ്ഞാൽ എത്രയാകും? 90x. ഓക്കെ ആണോ? ദെൻ ഡിനോമിനേറ്റർ 100y ആണെങ്കിൽ ഇൻക്രീസ്ഡ് ബൈ 15 എന്ന് പറഞ്ഞാൽ 100 ആണെങ്കിൽ എന്താവും? 115 ആകും. ഇതെന്ന് പറയുന്നത് 2/5 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു. അങ്ങനെ ന്യൂമറേറ്റർ കുറച്ചു, ഡിനോമിനേറ്റർ കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 2/5 കിട്ടി. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ 5ഉം ഇതും കൂടി ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? 23 എന്ന് വരും. 2ഉം 90 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 45 എന്ന് വരും. സോ x/5 നമുക്ക് എന്താ കിട്ടുക? 23/45. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണോ? പക്ഷെ x/y ഇട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ച് ഫ്രാക്ഷൻ വരും. അപ്പൊ x എന്ന് പറയുന്നത് പിന്നെ x ഇൻറ്റു 9/10 അങ്ങനെയൊക്കെ വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 100x 100y ആയിട്ട് എടുത്താൽ മതി. സിമ്പിൾ. ഓക്കെ ആണല്ലോ? ദെൻ the compound interest on a sum for 4th year is rupees 6,000 and compound interest for 5th year is 6,750. What is the rate of interest? വളരെ സിമ്പിൾ ആണ്. 4ാമത്തെ വർഷം 4 വർഷം കൊണ്ട് 6,000 രൂപയും 5ാമത്തെ വർഷം 6,750 രൂപയും കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? 6,000 എന്ന് പറയുന്ന രൂപ 6,750 രൂപയായി. സോ അവിടെ എക്സ്ട്രാ കിട്ടിയത് എന്താണ്? 750 രൂപയാണ് അല്ലേ? സോ ആ 750 രൂപ എന്ന് പറയുന്നത്, ആ 750 നമുക്ക് ശരിക്കും എങ്ങനെയാ കിട്ടുന്നത്? 6,000ന്റെ എത്രയോ പെർസെൻറ്റേജ് ആണ് ഈ 750 അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 6,000ന്റെ എത്രയോ ആണ് എന്ത് വരുന്നത്? ഈ 750. സോ തിരിച്ച് ചിന്തിക്കുക, നമുക്ക് വേണ്ട റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ? 750 എന്ന് പറയുന്നത് 6,000ന്റെ എത്ര പെർസെൻറ്റേജ് ആയിട്ട് വരും? ഓക്കെ, എന്താണ് 750 എന്ന് പറയുന്നത് 6,000ന്റെ എത്ര പെർസെൻറ്റേജ് ആയിട്ടാണ് വരിക? ഓക്കെ, അപ്പോൾ 0 0 0 0 ഈ 0യും പോകും. സോ 75/6 എന്ന് വരും. 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാമല്ലോ. 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ 2 വരും. ഇവിടെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ 25 വരും. 25ന്റെ പകുതി എന്ന് പറയുന്നത് 12.5% എന്ന് വരും. ഓപ്ഷൻ നമ്പർ ബി. ഇവിടെ നമുക്ക് ഓപ്ഷൻ നമ്മൾ എഴുതിയായിരുന്നോടാ? 23/45 നേരത്തെ എഴുതിയായിരുന്നല്ലോ. ഓക്കെ, മനസ്സിലായോ? എന്താ വരുന്നത്? 12.5 നമുക്ക് ഉത്തരവായിട്ട് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ? തെറ്റാണോ? ഓക്കെ ആണല്ലോ? അപ്പോൾ 2 കോൺസിക്യൂട്ടീവ് ഇയർ എടുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. 4th ഇയറും 6th ഇയറും തന്നാൽ ഇങ്ങനെയൊന്നും ചെയ്ത് വെക്കല്ലേ. 2 അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് ഇയർ തന്നാൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. കാരണം എന്തുകൊണ്ടാണ്? കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ മുന്നേ ഉള്ള ആ വർഷത്തിന്റെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ലാസ്റ്റ് വന്നിരിക്കുന്ന എമൗണ്ട് എന്താണോ അതിൻ്റെയും കൂടി 6% ആഡ് ചെയ്യുമ്പോഴാണ് അടുത്ത വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് കിട്ടുന്നത്. സോ നമ്മൾ തിരിച്ച് ചിന്തിക്കും, ആ പൈസ എന്ന് പറയുന്നത് ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടാം? 6 അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. Buy 20 get 5 free. How much percentage discount it is? നമുക്ക് ആദായ വിൽപ്പന അല്ലേ? ബൈ 20 എണ്ണം വാങ്ങിച്ചു, 5 എണ്ണം എന്ത് ചെയ്യുക? ഫ്രീ കിട്ടുക. സോ ഫ്രീ കിട്ടുന്ന കേസിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫ്രീ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100 ആണ്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എത്ര എണ്ണം ഫ്രീ കിട്ടുന്നോ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം? ടോട്ടൽ ചെയ്യുക. സോ ഇവിടെ ഫ്രീ നമുക്ക് എത്ര എണ്ണമാണ്? 5 എണ്ണമാണ് ഫ്രീ കിട്ടുന്നത്. ടോട്ടൽ എത്ര വരുന്നത്? 20ഉം 5ഉം കൂടി കൂട്ടണം. അപ്പോൾ 25 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി. അപ്പോൾ 5ഉം 25ഉം കൂടി 5ഉം 100ഉം കൂടി പോകുമ്പോൾ 20% ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഇക്വേഷൻ എന്താ? ഫ്രീ കിട്ടുന്ന കേസിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഫ്രീ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം? ടോട്ടൽ ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, ക്ലിയർ? കുഴപ്പമില്ലല്ലോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് m equal to 1,500 and n equal to 2,000, then how much
സോറി ദെൻ എം ഇസ് ഹൗ മച്ച് പെർസെൻറ്റേജ് ലെസ് ദാൻ എൻ എന്നാണ്. എന്താണ് എം 1500 എൻ എന്ന് പറയുന്നത് 2000 ആണെങ്കിൽ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ, എം ഇസ് ഹൗ മച്ച് പെർസെൻറ്റേജ് ലെസ് ദാൻ എം. എം എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് കുറവാണ് ദാൻ എൻ. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത്, നമുക്ക് മലയാളത്തിൽ പറയുവാണെങ്കിൽ എം എന്നിനേക്കാൾ എത്ര കുറവ്, അത് പെർസെൻറ്റേജിൽ കണ്ടുപിടിക്കണം. ഓക്കെ, സോ നിങ്ങൾ തന്നെ പറഞ്ഞേ, എം എന്നിനേക്കാൾ എത്ര കുറവാണ്? എൻ 2000 എം 1500 അല്ലേ? അപ്പൊ എത്ര കുറവാണ്? 500 ഇവിടെ എന്ത് വരുന്നത്? കുറവ് വരുന്നത്. ഓക്കെ ആണോ? എം 1500 എൻ 2000 ആണെങ്കിൽ എത്ര കുറവാണ്? എന്നിനെ അപേക്ഷിച്ച് എം എന്ന് പറയുന്നത് 500 കുറവാണ്. ഓക്കെ, അപ്പൊ 500 കുറവ്. ദെൻ നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്താ എഴുതുന്നത്? ഡിനോമിനേറ്ററിൽ നമ്മൾ എഴുതുന്നത് കമ്പയർ ടു വാട്ട് എന്ന് വെച്ചാൽ ആരെ വെച്ചിട്ടാണോ കമ്പയർ ചെയ്യുന്നത് അതായിരിക്കണം ഡിനോമിനേറ്ററിൽ വരുന്നത്. സോ ലെസ് ദാൻ എൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിനെ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. സോ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2000 ഇൻറ്റു എന്ത് ചെയ്യുക? 100 ചെയ്യുക. ഓക്കെ, 3 0 ക്യാൻസൽ ചെയ്ത് പോകുമല്ലോ. സോ 50/20 സോറി 50/2 25% ആണ് നമുക്ക് ഉത്തരവായിട്ട് കിട്ടുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സോ ഇനി തിരിച്ച് എൻ എസ് ഹൗ മച്ച് പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ എം എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? എൻ എന്ന് പറയുന്നത് എമ്മിനേക്കാൾ എത്ര കൂടുതലാണ്? എത്ര കൂടുതലാണ്? 1500 2000 അല്ലേടാ? അപ്പൊ അത് 500 കൂടുതലാണ്. എൻ എന്ത് വരും? സോറി എമ്മിനേക്കാൾ കൂടുതലല്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? 1500 വരും. ഇൻറ്റു എന്ത് ചെയ്യുക? 100 ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ വരുന്നത്. ഓക്കെ, സോ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ വരുമ്പോൾ ദാൻ വെച്ചിട്ട് ഏതാണോ വരുന്നത് അതായിരിക്കും നമ്മുടെ ഡിനോമിനേറ്ററിൽ വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ തേർഡ് പ്രപ്പോർഷണൽ ടു 16 and 14? കഴിഞ്ഞ വർഷത്തെ എക്സാം എടുത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ എല്ലാ ഷിഫ്റ്റിനകത്തും ഈ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. ഏതാണ്? പ്രപ്പോർഷണൽ. ഇത് ഏതിനകത്താണ് നമുക്ക് വരുന്നത്? റേഷ്യോ ആൻഡ് പ്രപ്പോർഷനകത്താണ് വരുന്നത്. ഓക്കെ, തേർഡ് പ്രപ്പോർഷണൽ ആണ് 16 and 48. സോ തേർഡ് പ്രപ്പോർഷണൽ ചോദിക്കും, മീൻ പ്രപ്പോർഷണൽ ചോദിക്കും, ഫോർത്ത് പ്രപ്പോർഷണൽ ചോദിക്കും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കണ്ടീഷൻ എന്താണ്? 4 നമ്പേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറയാം. 4 നമ്പേഴ്സ് എ ബി സി ഡി. 4 നമ്പേഴ്സ് തന്നിട്ട് ഫോർത്ത് പ്രപ്പോർഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം 4ാമത്തെ നമ്പർ കണ്ടുപിടിക്കുക എന്നാണ്. അതായത് കണ്ടീഷൻ A/B എന്ന് പറയുന്നത് C/Dക്ക് ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ എന്താണ്? ഡി കണ്ടുപിടിക്കണം. ഫോർത്ത് പ്രപ്പോർഷൻ ഡി കണ്ടുപിടിക്കാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇത് ക്രോസ് ചെയ്യുക അല്ലേ? എ ഇൻറ്റു ഡി എന്ന് പറയുന്നത് ബി ഇൻറ്റു സിക്ക് തുല്യമായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? എന്താ കണ്ടുപിടിക്കേണ്ടത്? കാണാമല്ലോടാ? ഓക്കെ, അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ഡി കണ്ടുപിടിക്കാമല്ലോ. ബി സി ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? എ ചെയ്താൽ മതി. അതാണ് എന്ത്? പ്രപ്പോർഷണൽ. ഫോർത്ത് പ്രപ്പോർഷനിൽ ചോദിച്ചാൽ. ഇനി തേർഡ് പ്രപ്പോർഷണൽ സോറി മീൻ പ്രപ്പോർഷണൽ ചോദിക്കും. അപ്പൊ 2 നമ്പേഴ്സേ തരത്തുള്ളൂ. ഇതെന്താണ്? ഇത് ഫോർത്ത് പ്രപ്പോർഷണൽ ആണ്. ഇനി മീൻ പ്രപ്പോർഷണൽ ചോദിക്കും. മീൻ പ്രപ്പോർഷണൽ ചോദിക്കുവാണെങ്കിൽ റൂട്ട് എ ഇൻറ്റു ബി. 2 നമ്പറേ നമുക്ക് തരത്തുള്ളൂ. 2 നമ്പർ തന്നിട്ട് മീൻ പ്രപ്പോർഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് നിങ്ങൾ ചെയ്യണം? റൂട്ട് ഓഫ് ദാറ്റ് നമ്പേഴ്സ്. റൂട്ട് എടുക്കണം. എന്തിൻ്റെ ആണ്? പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ അത് ചോദിച്ചിരിക്കുന്നത് തേർഡ് പ്രപ്പോർഷൻ ആണ്. തേർഡ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ അവിടെ 4 നമ്പേഴ്സ് ഉണ്ട്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: A/B എന്ന് പറയുന്നത് B/Cക്ക് തുല്യമായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവിടെ 3 നമ്പറേ ഉള്ളൂ. സെക്കൻഡ് നമ്പർ 2 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. സെക്കൻഡ് നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്? 2 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ A/B/B/C അങ്ങനെയാണ് നമ്പർ. A/B/B/C. അവിടെ അപ്പം 3ാമത്തെ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? തേർഡ് എന്ന് പറഞ്ഞാൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? സി ഇൻറ്റു എ അല്ലേ B² എന്ന് പറഞ്ഞാൽ. സോ സി എന്ന് പറയുന്നത് B²/A ആയിരിക്കും. B² എന്ന് പറഞ്ഞാൽ 2ാമത്തെ നമ്പറും എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പറും. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് 16ഉം 48ഉം ആണ്. ബി എന്താണ്? 2ാമത് പറയുന്ന നമ്പർ, ദാറ്റ് ഇസ് 48. സോ 48 ഇൻറ്റു 48 ഡിവൈഡഡ് ബൈ എന്ത് വരും? 16 വരും. അപ്പോൾ 16 48ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 3 വരും. 48 ഇൻറ്റു 3 48 ഇൻറ്റു 3 നോക്കിക്കേ, നിങ്ങൾ ചെയ്യണ്ട. 8 ഇൻറ്റു 3 എന്താണ്? 24 അല്ലേ? സോ യൂണിറ്റ് ഡിജിറ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടും? 4 കിട്ടും. യൂണിറ്റ് ഡിജിറ്റ് 4 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ നമുക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്തായിരിക്കും? 144 ആയിരിക്കും. ഓക്കെ, 144 ആയിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി. ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു പാടായിട്ട് വരുവാണെങ്കിൽ
നിങ്ങൾക്കൊരു ഡിഫിക്കൽട്ടി തോന്നുവാണെങ്കിൽ ജസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് എന്ത് ചെയ്യുക, സമയമില്ലാത്തൊരു പക്ഷം യൂണിറ്റ് ഡിജിറ്റ് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അതിൽ അവസാനത്തെ നമ്പർ എന്ന് പറയുന്നത് എന്താണോ അത് ഓപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഉത്തരമായിരിക്കും എന്ത് വരുന്നത്, നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, ഇവിടെ വേറൊരു 4 കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ പരിപാടി ചീറ്റിപ്പോകും കേട്ടോ, അങ്ങനെ വരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഏതൊക്കെയാ പറഞ്ഞേ? മീൻ പ്രപ്പോർഷൻ, തേർഡ് പ്രപ്പോർഷൻ, ഫോർത്ത് പ്രപ്പോർഷൻ. ഓക്കെ, കണ്ടീഷൻ എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആയിരിക്കും. സെറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A batsman average score for a certain number of innings is 44. If he score 132 runs in the next innings, his average become 48. How many innings did he play earlier? ആവറേജിൻ്റെ കേസിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ, ആവറേജിൻ്റെ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് ഷുവർ ആയിട്ടും വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാൻ വേണ്ടി ഒരു ഇക്വേഷനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇക്വേഷൻ അല്ല എന്നുണ്ടെങ്കിൽ സാധാ ലോജിക്കിൽ എന്ത് ചെയ്യണം, ചിന്തിക്കണം. ഓക്കെ, ലോജിക്കൊക്കെ അവസാന നിമിഷം ചിന്തിച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും. സോ നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതായത് പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന ആവറേജ്, ന്യൂ ആവറേജ് എന്ന് പറയുന്നത് ഓൾഡ് ആവറേജിൻ്റെ കൂടെ പ്ലസ് ഓർ മൈനസ് ചേഞ്ച് ഇൻ ആവറേജ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ നമ്പർ ഇൻറ്റു പ്രസൻറ്റ് നമ്പർ ആയിരിക്കും. ഇനി അവസാന നിമിഷം ഈ ഇക്വേഷനൊക്കെ എങ്ങനെ പഠിച്ച് ഓർത്ത് വെക്കുക എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ പഠിക്കുവാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന നമ്പർ അതാണ് ന്യൂ ആവറേജ്. ഇപ്പം ഒരു നമ്പറെ മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ എന്താണ് അവിടെ ആവറേജ് എന്ന് പറഞ്ഞാലും ആ നമ്പർ എന്ന് പറഞ്ഞാലും സെയിം കാര്യമാണ്. നമ്മുടെ ക്വസ്റ്റിനകത്ത് ആവറേജ് സ്കോർ സർട്ടൈൻ ഒരു ബാറ്റ്മാനിൻ്റെ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 44 132 റൺസ് അടുത്ത ഇന്നിങ്സിൽ അയാൾ നേടിയെടുത്തു. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് എന്തായി, 48. സോ അങ്ങനെയാണെങ്കിൽ എത്ര ഇന്നിങ്സ് ആദ്യം ഉണ്ടായിരുന്നു കാണും എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ പുതിയതായിട്ട് വരുന്ന ആവറേജ് എന്ന് പറയുന്നത് 132, ഓൾഡ് ആവറേജ് എന്ന് പറയുന്നത് 44. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലസ് ആണോ മൈനസ് ആണോ എന്നാണ്. ഒരാൾ പുതിയതായിട്ടൊരു റൺസ് ആഡ് ചെയ്തപ്പോൾ അവിടെ ആവറേജ് കൂടുക ചെയ്തത്. സോ അങ്ങനെ കൂടുവാണെങ്കിൽ, അതായത് എൻട്രി വരുമ്പോൾ ഒരു കാര്യം എൻട്രി അടിക്കുമ്പോൾ, എൻട്രി എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വരുമ്പോൾ ആവറേജ് കൂടുവാണെങ്കിൽ നമ്മൾ എന്തെടുക്കും, പ്ലസ് എടുക്കും. സൈൻ എന്തെടുക്കും, പ്ലസ് എടുക്കും. ഇനി ആവറേജ് കുറയുവാണെങ്കിൽ മൈനസ് എടുക്കണം. ഓക്കെ, ആ ഒരു സൈൻ മാത്രം ഓർത്തു വെച്ചാൽ മതി. നോർമലി വേറെ ഒന്നും വേണ്ട. ഒരാൾ വരുന്നു, ഒരു ഗ്രൂപ്പിലേക്ക് ഒരാൾ വരുന്നു, അല്ലെങ്കിൽ ഒരു റൺസ് ആഡ് ചെയ്യുന്നു, അപ്പോൾ ആവറേജ് കൂടി സ്വാഭാവികമായിട്ടും. അപ്പോൾ എന്തായിരിക്കും, ആവറേജ് കൂടുമ്പോൾ പ്ലസ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലസ് ആണ്. ചേഞ്ച് ഇൻ ആവറേജ് നേരത്തെ 44 ഇപ്പോൾ എന്തായി, 48. എത്ര ചേഞ്ച് വന്നേ, 4. ചേഞ്ച് ഇൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ റൺസ് ഫുള്ള് നമ്മൾ ഒറ്റയായിട്ടാണ് കാണുന്നത്. അതായത് ഇപ്പോൾ 10 ഇന്നിങ്സ് ഉണ്ട്, അടുത്തൊരു ഇന്നിങ്സ് 11ാമത്തെ ഇന്നിങ്സ്. അപ്പോൾ അത് ഒറ്റയായിട്ടാണ്. 11ാമത്തെ ഇന്നിങ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒറ്റ ഒരു ഇതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സോ 1 ഇൻറ്റു പ്രസന്റ് നമ്പർ. ഇപ്പോൾ ഉള്ള ഇന്നിങ്സ് എത്ര നമുക്ക് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് ഇന്നിങ്സിൽ ഇത്ര സ്കോർ ചെയ്യുന്നു, രണ്ടാമത്തെ ഇന്നിങ്സിൽ ഇത്ര സ്കോർ ചെയ്യുന്നു, അങ്ങനെ എത്രയോ ഇന്നിങ്സിൽ സ്കോർ ചെയ്ത് വെച്ചു. ദെൻ അടുത്തൊരു ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ അത് എത്രയാണോന്ന് നമുക്കറിയില്ല. ആ ഒരു ഇന്നിങ്സിലാണ് 132 റൺസ് എന്ത് ചെയ്തത്, സ്കോർ ചെയ്തത്. ഓക്കെ, സോ പ്രസന്റ് നമ്പർ നമ്മൾ തൽക്കാലം എക്സ് ആയിട്ട് ഇടുക. ഇനി എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ 132 മൈനസ് 44 വരും അല്ലേ. അപ്പോൾ 88 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 22 നമുക്ക് എന്ത് കിട്ടുന്നത്, എക്സ് കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം എന്താ, പ്രസന്റ് ഇപ്പം എത്ര ഇന്നിങ്സ് ഉണ്ട്, 22. ചോദ്യം എന്തായിരുന്നു, ഹൗ മെനി ഇന്നിങ്സ് ഡിഡ് ഹി പ്ലേ ഏർലിയർ. അപ്പോൾ ഇപ്പോൾ ഒരു ഇന്നിങ്സ് ആഡ് ചെയ്തപ്പോഴാണ് 22 വന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ എത്ര ആയിരുന്നു, 21. ഇത് ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഈ ഇക്വേഷൻ മാത്രം ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിന് വരുന്നതെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഓക്കെ, അതായത് പുതിയതായിട്ട് വരുന്ന ആവറേജ് ഒരു ഗ്രൂപ്പിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്, ഇപ്പം വെയിറ്റ് വരാറുണ്ട് അല്ലേ. വെയിറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും പുതിയതായിട്ട് ആ ഗ്രൂപ്പിലേക്ക് വരുന്ന വെയിറ്റ് കണ്ടുപിടിക്കാനായിരിക്കും ചിലപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പഴയ ആവറേജ് തരും, ആവറേജിൽ വരുന്ന ചേഞ്ച് തരും. ആവറേജിൽ വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഒരാളാണ് വരുന്നതെങ്കിൽ 1, 2 പേര് വരുവാണെങ്കിൽ 2. ആ ഒരു നമ്പറാണ് നമ്മൾ ചേഞ്ച് ഇൻ നമ്പറായിട്ട് എടുക്കുന്നത്. ദെൻ പ്രസന്റ് നമ്പർ ഒരാളും കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ ടോട്ടൽ എത്ര വരും, അതാണ് പ്രസന്റ് നമ്പർ. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫൈനലിൽ വന്ന് നിൽക്കുന്ന എത്ര നമ്പർ എന്നാണ് കിട്ടുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇന്നിങ്സ് നേരത്തെ എത്ര ആയിരുന്നു എന്നാണ്. അപ്പോൾ 21 ഇന്നിങ്സിൽ
ഇത്ര സ്കോർ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് എന്തായത് 132 റൺസ് ആഡ് ചെയ്യുമ്പോൾ ആവറേജിൽ പെട്ടെന്ന് 48 മാറുന്നത്. ഓക്കെ, വേറെ ഒന്നുമില്ലെങ്കിലും ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് ഈ വീഡിയോ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് പോസ് ചെയ്ത് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ആ ഫോർമുല ആകുമ്പോൾ ഫോർമുലയിലെ കാര്യങ്ങൾ മാത്രം നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. സോ ഇത് മാത്രം ഓർത്തു വെക്കാം. ദെൻ സെറ്റ് ആണല്ലോ, കുഴപ്പമില്ലല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. Amit can finish the work in 15 days and Baban can finish the work in 25 days. They worked together for 5 days. The rest of the work was finished by Amit and Chetan in 4 days. How much time is required for Chetan to finish this work? എന്താണ് ഇത്? പല ആൾക്കാരും എഫിഷ്യൻസി ഇപ്പോൾ 15 ദിവസം ആകുമ്പോൾ അമിത്തിൻ്റെ ഇതെന്ന് പറയുന്നത് 1/15 ബബൻ എന്ന് പറയുമ്പോൾ 25 ആകുമ്പോൾ 1/25 ഒക്കെ എഫിഷ്യൻസി എടുക്കും. ദെൻ ടോട്ടല് 5 ദിവസം വർക്ക് ചെയ്തു അല്ലേ? സോ ഇവിടെ നമ്മൾ LCM മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അമിത് എന്ന് പറയുന്നത് 15 ഡേയ്സും ദെൻ ബബൻ എന്ന് പറയുന്നത് 25 ഡേയ്സും ആണ് അല്ലേ? ദേ വർക്ക് ടുഗെദർ ഫോർ 5 days. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ 5ഉം 15ഉം 25ഉം റേഷ്യോ LCM എന്താ വരുന്നത്? 75 ആണ് LCM വരുന്നത്. 15 × 5ഉം 25 × 3. സോ 5ഉം 3ഉം ആണ് നമുക്കിവിടെ എന്ത് കിട്ടുന്നത്? LCM അവരുടെ എഫിഷ്യൻസി ആയിട്ട് കിട്ടുന്നത്. അതായത് അമിത്തിന് 5 കിട്ടിയെന്ന് പറഞ്ഞാൽ അമിത്തിന് ഒരു ദിവസം 5 ജോലി ചെയ്യാം. ബബന് 3 കിട്ടിയെന്ന് പറഞ്ഞാൽ ബബൻ ഒരു ദിവസം 3 ജോലി ചെയ്യും. ഇനി രണ്ടുപേരും കൂടി എത്ര ദിവസം ജോലി ചെയ്തു? 5 ദിവസമാണ് ജോലി ചെയ്തത്. സോ രണ്ടുപേരുടെയും ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 8 അല്ലേ? സോ 8. ഇനി ഡേയ്സ്, അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്ര കിട്ടും? 8 × 5. സോ അവർ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് 40 ആണ്. ഓക്കെ, 5 ദിവസം അവർ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് 40 ആണെങ്കിൽ ബാക്കി എത്ര റിമൈനിങ് എത്ര വർക്കുണ്ട്? റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ വർക്കാണ് നമ്മളിവിടെ LCM ആയിട്ട് എടുക്കുക. സോ 45 40 കുറച്ചാൽ ബാക്കി 35 വർക്കാണ് റിമൈനിങ് ആയിട്ട് വരുന്നത്. അത് ആരൊക്കെ ചെയ്തു എന്നാ പറഞ്ഞേ? അമിത്തും ചേതനും കൂടി ചെയ്തു. എത്ര ദിവസം? 4 ദിവസം. സോ 35 വർക്ക് ചെയ്യാൻ 4 ദിവസം എടുത്തു. സോ 35നെ അവരുടെ വർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 35 / 4 ചെയ്യുവാണെങ്കിൽ, അതായത് ടോട്ടൽ വർക്കിനെ ടോട്ടൽ ഡേയ്സ് കൊണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? അവരുടെ എഫിഷ്യൻസിയാണ് അല്ലേ? അപ്പോൾ 35/4 ആണ് എന്ത് കിട്ടുന്നത്? എഫിഷ്യൻസി. അമിത്തിൻ്റെ എഫിഷ്യൻസി ഓൾറെഡി അറിയാം, 5. ചേതൻ്റെ നമുക്കറിയില്ല. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 35/4 കിട്ടണം. സോ സി എന്ത് വരും? 35/4 - 5. സോ 35 ന്ന് 20 കുറയ്ക്കുവാണെങ്കിൽ 15/4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് ടൈം ഇസ് റിക്വയർഡ് ടു ചേതൻ എത്ര ദിവസം എടുക്കുമെന്നാണ്. സോ ചേതൻ എന്ന് പറയുമ്പോൾ 75 ÷ 15/4 15 × 5 5 × 4 20 ദിവസമാണ് എന്തെടുക്കുന്നത്? ചേതൻ എടുക്കുന്നത്. ഇത്രയും സ്റ്റെപ്പ് വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ ഡയറക്റ്റ് ചോദിക്കുവാണെങ്കിൽ ചേതന്റെ കാര്യം അവർ പറയുന്നില്ല. ഓക്കെ, ചേതന്റെ എഫിഷ്യൻസി നമുക്ക് തരുന്നില്ല. എഫിഷ്യൻസിയും കൂടെ തരുവാണെങ്കിൽ ഈ ഒരു മെത്തേഡാണ് പക്ക. കാരണം LCM എടുത്താൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എഫിഷ്യൻസി കിട്ടും. അതിൽ നിന്ന് ടോട്ടൽ വർക്ക് ആണെങ്കിലോ എന്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ പക്ഷെ ചേതന്റെ കാര്യം തരാത്തത് കൊണ്ടാണ് ഒത്തിരി സ്റ്റെപ്പ് അധികം വന്നത്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ 15 ഡേയ്സ് ആകുമ്പോൾ 1/15 അതാണ് എഫിഷ്യൻസി. ദെൻ ബബൻ ആകുമ്പോൾ 25 ആകുമ്പോൾ 1/25 ആയിരിക്കും എഫിഷ്യൻസി. സോ രണ്ടുപേരും കൂടി 5 ദിവസം വർക്ക് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും 5 ദിവസം ചെയ്ത എന്ത് കിട്ടും? വർക്ക് കിട്ടും. അത് കുറച്ചിട്ട് എന്ത് ചെയ്യാം? ചേതന്റെ കാര്യം കണ്ടുപിടിക്കാം. ബട്ട് LCM എടുക്കുന്നെങ്കിൽ അങ്ങനെ LCM ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കുറച്ച് സ്റ്റെപ്പ് വരുമെങ്കിലും നമുക്ക് ഉത്തരം തെറ്റത്തില്ല. ഓക്കെ, ചില ആൾക്കാർക്ക് LCM 1 റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഇതെന്താണ് ഇങ്ങനെ? നമ്മൾ LCM എടുക്കുന്ന അതാണ് ടോട്ടൽ വർക്ക്. അത് നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടി. ദെൻ നമുക്ക് എഫിഷ്യൻസിയും കിട്ടി. എഫിഷ്യൻസിയും ടോട്ടൽ വർക്കും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? കുഴപ്പമില്ലല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. 3 successive discount of 10%, 10% and 10% are equal to single discount. അതായത് 3 സക്സസീവ് ഡിസ്കൗണ്ട് തരും അല്ലേ? 10%, 10%, 10%. ഇവിടെ ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഇക്വേഷൻസ് എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ
100 എന്ന് പറഞ്ഞാൽ എന്തായി? 10% കുറഞ്ഞ് 90ആയി. എഗെയിൻ 100 എന്ന് പറയുന്നത് 90ആയി. എഗെയിൻ 100 എന്ന് പറയുന്നത് 90ആയി. 3 പ്രാവശ്യം എന്ത് ചെയ്യുന്നു? സക്സസീവ് ആയിട്ട് 10% കുറയുന്നു. ഇതിനെ ജസ്റ്റ് റേഷ്യോ എന്ന് എടുത്താൽ മാത്രം മതി. 0 0 0 0 0 0 ക്യാൻസൽ ചെയ്ത് പോവും. സോ 1000 എന്ന് പറയുന്നത് 9ന്റെ ക്യൂബ് എത്ര? 729. അതായത് 1000 എന്ന് പറയുന്നതാണെങ്കിൽ ഇപ്പൊ അത് സക്സസീവ് ആയിട്ട് ഡിസ്കൗണ്ട് പോയതിന് ശേഷം 729ആയി. സോ 1000 729 ആകണമെങ്കിൽ എത്ര ആയിരിക്കും അവിടെ കുറയ്ക്കുക? 730, 800, 271 അല്ലേ? 271 കുറയുക. എത്രയാണ്? 1000 ആയിരുന്നു അല്ലേ? 1000-ൽ 271 അവിടെ ഡിക്രീസ് വരുന്നത്. എത്ര സിംഗിൾ ഡിസ്കൗണ്ട് എന്നല്ലേ നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ 271/1000, 2 സീറോസ് ക്യാൻസൽ ചെയ്യുക. സോ 27.1% ആണ് എന്ത് വരുന്നത്? സിംഗിൾ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുക. ഈ മെത്തേഡോ അല്ലെങ്കിൽ 100 എടുത്തിട്ട് കുറച്ച് എഴുതാം. എല്ലാം ഇങ്ങനെ തന്നെ വരത്തുള്ളൂ. ഓക്കെ, സോ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഏതാണോ, ഇപ്പൊ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്താ? നമ്മളില്ല എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 നമ്മൾ ചെയ്യത്തില്ലേ? സക്സസീവ് ആയിട്ട് ഇൻക്രീസ് വന്നാലും ഡിക്രീസ് വന്നാലും ഒരു ഇക്വേഷൻ ഇല്ലേ? അവിടെ രണ്ടെടുത്തും എന്ത് ചെയ്യാം? 10 ഇട്ട് കൊടുക്കുക. ദെൻ അതായത് ഡിക്രീസ് ആവുമ്പോൾ, ഡിസ്കൗണ്ട് ആവുമ്പോൾ അവിടെ എന്താ വരുന്നത്? മൈനസ് ആ വരുന്നത്. സോ -10 പ്ലസ് 10 ഇൻറ്റു 10 എന്ത് വരും? 100 വരും. സോ -20, 2 സീറോസ് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ -20 പ്ലസ് 1 -19 എന്ന് വരും. എഗെയിൻ ഈ -19ഉം പിന്നീട് എന്ത് ചെയ്യണം? ഒരു 10ഉം കൂടെ ഉണ്ട്. ഇപ്പൊ 2 എണ്ണം അല്ലേ ആയുള്ളൂ. ഒരു പ്രാവശ്യവും കൂടി -19 പ്ലസ് 19 ഇൻറ്റു 10/100 എന്ന് വരും. ഓക്കെ, സോ -29 പ്ലസ് 1.9 എന്ന് പറഞ്ഞാൽ 27.1 ആണ് വരുന്നത്. ഒന്നെങ്കിൽ ആ ഇക്വേഷൻ എടുക്കാം. ഓക്കെ, എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 ഇക്വേഷൻ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലും ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the difference between compound interest and simple interest for 2 years at a 5% rate is ₹15, what is the principle? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. അവിടെ റേറ്റ് തന്നില്ലായിരുന്നു അല്ലെ? റേറ്റ് തരാത്ത പക്ഷെ ഒരു ഷോർട്ട് ട്രിക്ക് ഒക്കെ ഒരു നമ്മുടെ ഗ്രൂപ്പ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മൾ അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 21 × 21 2 ഇയറിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സോ 21 × 21/3 ചെയ്താലും മതി. അത് വരുന്നത് ഈ ഞാൻ ആ പറഞ്ഞ സ്റ്റെപ്പിൽ നിന്ന് തന്നെയാണ് ഇക്വേഷൻ വരുന്നത്. സോ കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ ഡിഫറൻസ് തന്നിട്ടുണ്ട് അല്ലേ? സോ നമുക്കറിയാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻറ്റു 100/r² ആണ്. സോ ഡിഫറൻസ് എത്ര തന്നിരിക്കുന്നത്? 15 ഇൻറ്റു 100 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ റേറ്റ് എത്രയാണ്? 5 ഇൻറ്റു 5. ഓക്കെ, സോ 5ഉം ഇതും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 3, ഈ 5ഉം ഇതും കൂടി പോകുമ്പോൾ 20. സോ 3 ഇൻറ്റു 2 6000 ആണ് നമുക്ക് ഉത്തരം വരിക. ഇക്വേഷൻ അറിഞ്ഞാൽ ടപ്പേയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇക്വേഷൻ അറിയണം. ഡിഫറൻസ് 2 ഇയറിന്റെ ആണ്. 3 ഇയർ വരുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യുന്ന. പിന്നെ ജി ഡിക്കൊന്നും 3 ഇയർ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. 2 ഇയേഴ്സ് വരുമ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. പ്രിൻസിപ്പിൾ ഈക്വൽ ടു ആ ഡിഫറൻസ് എന്താണോ ഇൻറ്റു 100/r² ആണ്. ഓക്കെ, ക്ലിയർ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. At what percentage above the cost price should a merchant mark his goods so that after a 10% discount he gains 8%? ഈ ക്വസ്റ്റ്യൻ അതായത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനകത്ത് മാർക്ക്ഡ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്, ഗെയിൻ, ഡിസ്കൗണ്ട് ഇത്രയും കാണുവാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് മാർക്ക്ഡ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ചാപ്റ്റർ ഞാൻ പറഞ്ഞു. ജിഡിയുടെ ടോപ്പിക്സ്, ഹോട്ട് ടോപ്പിക്സ് നമ്മൾ പറഞ്ഞതിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് മസ്റ്റ് ആണ്, റേഷ്യോ പ്രപ്പോർഷൻ മസ്റ്റ് ആണ്, പെർസെൻറ്റേജും മസ്റ്റ് ആണ്, സിമ്പിൾ ഇൻട്രസ്റ്റും മസ്റ്റ് ആണ്. ഈ ഇത്രയും ചാപ്റ്റർ നിങ്ങൾ പക്കയായിട്ട് പഠിച്ചിട്ടേ പോകാവൂ കേട്ടോ. സോ മാർക്ക്ഡ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 100 പ്ലസ് പ്രോഫിറ്റും 100 മൈനസ് ഡിസ്കൗണ്ടും ആണ്. സോ ഇവിടെ നോക്കിക്കേ, മാർക്ക്ഡ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 10% ഡിസ്കൗണ്ടും 8% ലാഭമാണ് അല്ലേ? അപ്പം പിയുടെ വാല്യൂ 8ഉം ഡിയുടെ വാല്യൂ എന്താ? 10ഉം ആണ്. സോ 100 8ഉം കൂടെ കൂട്ടിയാൽ 108ഉം 100 മൈനസ് 10 ചെയ്യുവാണെങ്കിൽ 90 ആണ് വരിക. ഓക്കെ, സോ ഈ 9ഉം 108ഉം കൂടെ പോകുമ്പോൾ 12 വരും. 12ഉം ഇതും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 6/5 എന്നാണ് നമുക്ക് മാർക്ക്ഡ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ കിട്ടുക.
നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അറ്റ് വാട്ട് പെർസെൻറ്റേജ് എബവ് ദ കോസ്റ്റ് പ്രൈസ് ഷുഡ് എ മർച്ചന്റ് മാർക്ക് ഹിസ് ഗുഡ് എന്ന, എത്ര പെർസെൻറ്റേജ് കൂട്ടണം കോസ്റ്റ് പ്രൈസിൽ നിന്നും. അങ്ങനെ എന്താണ് 10% ലാഭം പോയിട്ട് അയാൾക്ക് ഒരു 10% ഡിസ്കൗണ്ട് പോയിട്ട് അയാൾക്ക് ഒരു 8% ലാഭം കിട്ടണം. ഓക്കെ, സോ 5 രൂപ കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ ഓക്കെ മാർക്ക്ഡ് പ്രൈസ് എത്രയാക്കണം? 6 രൂപയാക്കണം. സോ 5 എന്താകണം? 6 ആകണം. 5 6 ആകണമെങ്കിൽ ഒന്നല്ലേ നമ്മൾ ആഡ് ചെയ്യണ്ടേ? ആണോ? അപ്പോൾ 1/5 5ൽ നിന്നല്ലേ പോകുന്നേ, ഇൻറ്റു എന്ത് ചെയ്യുക? 100 ചെയ്യുക. സോ 100/5 20% ആയിരിക്കും നമുക്ക് ഉത്തരം കിട്ടുന്നത്. ഈ ഒരു ഇക്വേഷൻ ചെയ്ത് നമ്മൾ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. സോ അത് നന്നായിട്ട് പഠിക്കുക. മാർക്ക്ഡ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100 പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട് ആണ്. ചിലപ്പോൾ പ്രോഫിറ്റും ഇതിലിപ്പോൾ 3 ക്വാണ്ടിറ്റി തരും, 4ാമത്തെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായിരിക്കും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ. മേ ബി മാർക്ക്ഡ് പ്രൈസ് തരാം, കോസ്റ്റ് പ്രൈസ് തരാം, പ്രോഫിറ്റ് തരാം, ഡിസ്കൗണ്ട് എത്ര ആണെന്ന് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് ഇപ്പം ഇവിടെ നമ്മുടെ അകത്ത് മാർക്ക്ഡ് പ്രൈസും കോസ്റ്റ് പ്രൈസും ഇല്ല, പ്രോഫിറ്റും ഡിസ്കൗണ്ടും ആണ്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? മാർക്ക്ഡ് പ്രൈസും കോസ്റ്റ് പ്രൈസും നമ്മളുടെ റേഷ്യോ കിട്ടും. ആ റേഷ്യോയിൽ നിന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് ഇപ്പം 50 ആണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ആ ലാഭം കിട്ടത്തില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് ആ വാല്യൂ കൂട്ടണം. എത്ര കൂട്ടണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 6 ആകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 5 6 ആണെങ്കിൽ 1 രൂപ കൂട്ടണം. സോ 1/5 ഇൻറ്റു 100. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യുക? കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് PYQ ഇപ്പം എക്സാം അടുത്തു അല്ലേ? ഇനി ഒരാഴ്ച ഉണ്ടോ എക്സാമിന്? ഒരാഴ്ച ഇല്ല തികച്ച്. അപ്പോൾ എന്ത് ചെയ്യുക? നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അപ്പം മാത്സ് മാത്രമല്ല, റീസണിങ്, ഇംഗ്ലീഷും GK എല്ലാം നോക്കണം കേട്ടോ. മാത്സ് മാത്രമല്ല, പിന്നെ മാത്സിൽ ഇത്തിരി വീക്കായിട്ടുള്ളവർ നമ്മൾ പറഞ്ഞ ടോപ്പിക്സിൽ പ്രീവിയസ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലുള്ള ആ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക? ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. പാസ്സാവാൻ അതൊക്കെ മതി. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്